ഇന്ന് ട്യൂസ്ഡേ വ്ളോഗാണ്. രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ ചൂടോടെ വെച്ച് കുടിച്ചിട്ട് മുറ്റത്തിറങ്ങിയതാണ് കേട്ടോ. ചെടികൾക്ക് ഇന്നലെ വൈകിട്ട് വെള്ളം നനച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വാച്ച് ചെയ്ത് നടക്കലാണ് ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് സ്കൂളിലേക്ക് സമയമായി എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ പൂരി ഉണ്ടാക്കലാണ്. അപ്പോൾ ഗോതമ്പ് മാവും കുറച്ച് റവയൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് കുഴച്ചെടുത്ത് ഞാനിങ്ങനെ എളുപ്പപ്പണിക്ക് കാട്ടണതാണ് കേട്ടോ. റൗണ്ടിൽ പരത്തി 4 കഷ്ണമാക്കി മുറിച്ചെടുക്കും. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്. നമ്മൾ ഓരോന്നായിട്ട് റൗണ്ടിൽ ചുട്ടെടുക്കുമ്പോൾ ഏകദേശം കുറച്ച് നേരമാവും. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പം ഒന്ന് വരത്താൽ തന്നെ 4 കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു എളുപ്പപ്പണിയും കൂടി ഉണ്ട്. മുട്ടക്കറി ഇതിൻ്റെ സൈഡിൽ ഗ്യാപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇങ്ങനെ മുട്ട വേവിച്ചിട്ട് അതിലിട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ രണ്ടാളെയും സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോഴേക്കും ഒരു ലോഡ് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി ഗ്യാസൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് രാവിലെ തന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് മുട്ടച്ചോറാണ് ഉണ്ടാക്കി കൊടുത്തത്. അത് മതി എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് വീടൊക്കെ അടിച്ച് വരി കഴിഞ്ഞ് ഒരു ബക്കറ്റ് നിറച്ച് തുണി ഉണ്ടായിരുന്നു നാട്ടിൽ പോയി വന്നൊക്കെ. അതൊക്കെ കൂടി അലക്കി ഉണങ്ങായിട്ട് വരുമ്പോഴേക്കും തൊട്ട വീട്ടിലത്തെ കുട്ടി ഉണ്ണിത്തണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ശരി, ഉണ്ണിത്തണ്ട് തോരനും വെക്കാലോ, പപ്പടം ഉണ്ട് വറുക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും വെച്ചില്ല. കാരണം ഉച്ചയ്ക്ക് പൊതുവേ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇക്കായ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഉണ്ണിത്തണ്ടെന്ന് അരിഞ്ഞ് ഉപ്പേരി വെക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മയൊക്കെ ഉണ്ണിത്തണ്ടിൽ അരി വറുത്ത് പൊടിച്ചിട്ട് ഇടും കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ചെയ്തത്. ഇതേപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് നല്ല രീതിയിൽ കഴുകും. പക്ഷെ നാട്ടുമ്പുറത്തൊക്കെ ആണെങ്കിൽ മുള്ള് കിട്ടും. നമ്മൾ വേലിയിലൊക്കെ ഉള്ള മുള്ള് കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ മുളേൻ്റെ ആ തുമ്പിലുള്ള വടികൾ കിട്ടും. അതാകുമ്പോൾ മുള്ളുണ്ടാവും. അപ്പോൾ ഈ ഉണ്ണിത്തണ്ട് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല ഇങ്ങനെ കലക്കി ഇതാക്കി കഴിഞ്ഞാൽ നാര് പോലെ വരും. ഇതിപ്പോൾ ഞാൻ മറ്റേ നൂഡിൽസ് കഴിക്കണ ആ ഇതില്ല ടീസ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ കുറച്ചൊക്കെ എടുത്തത്. പക്ഷെ അധികമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ അതേപോലെ തന്നെ വേഗം അമ്മ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രം വെച്ച് കുറച്ച് അരി ഇട്ട് അത് ഒരു 1.5 ടീസ്പൂൺ അരിയാണ് കേട്ടോ. അതൊന്ന് ശകലം നല്ല രീതിക്കൊന്നും വറുത്തെടുത്തു. അതേപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ചെറുള്ളിയും ചുവന്ന മുളകാണ് എടുത്തത് കേട്ടോ. പച്ചമുളക് തന്നെ ചുവന്ന മുളകാണ്. അതും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കേട്ടോ അതൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചു. അത് കഴിഞ്ഞിട്ട് അരി നമ്മൾ വറുത്തരി നല്ല രീതിക്ക് ഒന്ന് റവ പരുവത്തിൽ പൊടിച്ചെടുത്ത് അതിൻ്റെ മേലെ കൂടി തൂവിയിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി എടുത്ത് ഇന്നത്തെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇതാ ഉണ്ണിത്തണ്ട് തോരനും പപ്പടം വറുത്തതും മുട്ടക്കറിയും. മുട്ട രാവിലെ കഴിച്ചുകൊണ്ട് പിന്നെ മുട്ട എടുത്തില്ല, ചോറും കൂടിയാണ്. ഇതാണ് എൻ്റെ ഇന്ന് മിനി വ്ളോഗായി. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.